കൃത്യതയുള്ളതായിരുന്നു. അവർ പറഞ്ഞു, യേശു ഞങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് ഞങ്ങൾ അവനെ സ്നേഹിക്കണം. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് യുവജനങ്ങൾക്കും ആവശ്യം. ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു പ്രത്യേകത, മാതാപിതാക്കളെ അവർ പറയുന്നത് കേൾക്കുവാൻ കൂട്ടാക്കാത്ത ഒരു സമൂഹം, മുതിർന്നവരെ ബഹുമാനിക്കുവാൻ മനസ്സില്ലാതെ പോകുന്ന സമൂഹം, തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയെ സഞ്ചരിക്കുവാൻ സ്വതന്ത്രമായി വിട്ടാൽ അത് ഏറ്റവും നല്ലത് എന്ന് കരുതുന്ന സമൂഹം. ഇത് ഇവിടെ കൂടിയിരിക്കുന്ന യുവജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന യുവജനങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തുടർന്നുള്ള ജീവിതയാത്രയിൽ ഈ സൺഡേ സ്കൂൾ കുട്ടികളുടെ നൈർമല്യത മനസ്സിനുണ്ടാവേണ്ടത് ആവശ്യമാണ്. എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എൻ്റെ യേശു ആയിരിക്കണം. അവനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ പോകില്ല. യേശുവിനെ കൂടാതെ ഒരു ജീവിതം എനിക്കില്ല എന്ന അനുഭവത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്, എന്നാൽ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം നല്ല പ്രാഗൽഭ്യത്തോടുകൂടെ നിങ്ങളോട് പറയുവാൻ കഴിയുന്ന റീന കൊച്ചമ്മ ഇവിടെയുണ്ട്. കൊച്ചമ്മയുടെ ഒരു മിനിറ്റ് പോലും കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ മൈക്ക് ഇനിയും കൊച്ചമ്മയെ ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് കൊയർ ഗാനം ആലപിക്കുന്ന അവസരത്തിൽ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട റീന ജോൺ കൊച്ചമ്മ മുഖ്യ സന്ദേശം നൽകും. അമ്പതാമത്തെ പാട്ട് പാടും. 50-ാമത്തെ പാട്ട് ഇടപെടാതെ പ്രാർത്ഥിച്ചെടുക്കുന്ന പാട്ട്. പ്രാർത്ഥനയാൽ സാധ്യമാണല്ലോ.
നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനോട് അനുബന്ധിച്ച് ഈ ആഴ്ച 3 ദിവസം വിവിധ സെഷൻസ് എടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകമായിട്ട് അഭിവന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2 ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തൊണ്ടയുടെ അല്പം ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അല്പം ചുമയുടെ പ്രയാസമുണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയും നിർവഹിക്കാനുമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 12 വേഴ്സ് 1. നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഓരോ നിമിഷവും നീ ഞങ്ങളെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം കർത്താവേ. നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ, നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം കർത്താവേ, അത് വിശ്വസ്തയോടെ നിറവേറ്റുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള മനസ്സും താഴ്മയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ നിന്റെ കൃപ അധികമായിട്ട് ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവെ. ഈ പന്തലിന്റെ കീഴിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ യുവജനങ്ങളും ഏകാഗ്രതയോടെ കർത്താവെ, അവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുവാനും അനുസരിക്കേണ്ടത് അനുസരിക്കുവാനുള്ള താഴ്മയും വിനയവും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിന്റെ വനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിലാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ഈ പുസ്തകം ആരെഴുതിയതാണ്? ആരെഴുതിയ? ഓ, വെരി ഗുഡ്. ഉറക്കെ പറഞ്ഞേ, ആരെഴുതിയ? സഭാപ്രസംഗി, ഈ പുസ്തകം ആരെഴുതിയതാ? വെരി ഗുഡ്. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ശലോമോൻ എഴുതിയ ഈ 12 അധ്യായങ്ങൾ. ശലോമോനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് കേട്ടിട്ടുള്ളത്? ആരായിരുന്നു ശലോമോൻ? ഓ, രാജാവായിരുന്നു. വെരി ഗുഡ്. വേറെ എന്താ കേട്ടിട്ടുള്ളേ? എന്തോ? ഞാൻ മനസ്സിലായല്ലോ. ഒരാൾ പറഞ്ഞേ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു. വേറെ എന്താ കേട്ടിട്ടുള്ളേ? ദാവീദിന്റെ പുത്രനായിരുന്നു ശലോമോൻ. ഗുഡ്. ഇവിടെ ശലോമോനെ കുറിച്ച് നല്ല ഉത്തരങ്ങളാക്കി. ഒരിടത്ത് ഞാൻ ഈ ഒരു സെഷൻ എടുക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ കൊച്ചു മിടുക്കന്മാരിൽ ഒരാള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആന്റി, ശലോമോൻ ഞങ്ങളുടെ TV-യിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ അതിശയിച്ചു പോയി. ശലോമോന്റെ തലയിൽ ഒരു വാഴയില ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കണ്ണു തള്ളി ഒന്ന് നോക്കി. എന്നിട്ട് ആ കുഞ്ഞുമോൻ, ആ കൊച്ചു പയ്യൻ പാടിയത്, എന്നിട്ടൊരു പാട്ടും പാടി, ഈ സോളമനും ശോഷനയും. മനസ്സിലായോ? ആ ശലോമോൻ അല്ല. വേദപുസ്തകത്തിൽ ജ്ഞാനിയിൽ ജ്ഞാനിയായ ഒരു രാജാവ് എന്ന് അറിയപ്പെടുന്ന ശലോമോനെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ശലോമോൻ എഴുതിയ ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ആദ്യമേ ഇവിടെ ഒരാൾ പറഞ്ഞു, ശലോമോൻ ജ്ഞാനിയിൽ ജ്ഞാനിയായ ഒരു രാജാവ്. ശരി തന്നെ. എന്നാൽ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ആയുസിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ചാരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നേടിയെടുത്ത പല കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ജ്ഞാനിയായ ശലോമോൻ തന്നോട് തന്നെ പറയുന്നു, ഞാൻ മിടുക്കനായിരുന്നു. ദൈവം തമ്പുരാൻ എനിക്ക് എല്ലാ അറിവും ജ്ഞാനവും തന്നു. മിടുക്കരിൽ മിടുക്കനായ എനിക്ക് എങ്ങനെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റി? ഈ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ തന്റെ ജീവിതത്തെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ശലോമോൻ പറയുന്നത്, മിടുക്കനിൽ മിടുക്കനായ എനിക്ക് എങ്ങനെ ഇങ്ങനെ
അബദ്ധങ്ങൾ പറ്റി. എന്നാൽ ഇന്ന് വാർദ്ധക്യത്തിന്റെ ഈ കാലത്ത് ജീവിക്കുന്ന ശലോമോന് തിരിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ? തിരിച്ച് ജീവിതത്തിലോട്ടൊന്ന് പുറമോട്ട് ഓടുവാൻ പറ്റുമോ? ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങൾ തിരുത്തുവാൻ പറ്റുമോ? ഇതൊന്നും സാധിക്കുകയില്ല. അപ്പോൾ ശലോമോന് ഒറ്റ കാര്യം മാത്രമേ സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, തന്റെ അനുഭവങ്ങൾ എഴുതുക. ആർക്കു വേണ്ടി? ഇനിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടി എഴുതുക. ഈ അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. എത്ര മിടുക്കരായാലും, എത്ര ജ്ഞാനിയായാലും, എത്ര പഠിപ്പുള്ള ആളുകളായാലും അബദ്ധങ്ങൾ പറ്റും എന്നുള്ളത് ശലോമോന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ശലോമോൻ ഇവിടെ തീരുമാനിക്കുന്ന ഒരു സംഗതി, ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു 12 അധ്യായങ്ങളിലൂടെ ശലോമോന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിട്ട് സാധിക്കുമ്പോൾ ശലോമോൻ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, എനിക്ക് പറ്റിയ തെറ്റുകൾ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, യുവതലമുറയെ, ഇനി നിങ്ങൾക്കത് പറ്റരുത്. സഭാപ്രസംഗി ഈ ശലോമോൻ എഴുതിയ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, this book is considered as a young adult's guide. ഒരു യുവത്വത്തിൽ നിൽക്കുന്ന ഒരാളിന് ജീവിതത്തിൽ വഴി കാണിക്കുന്ന ഒരു ഗൈഡായിട്ട് ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അധികം അനുഭവങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പരാജയങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കുവാനും സഹായിക്കും. ഈ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ ഒരു തലക്കെട്ട് കൊടുത്തു, പ്രൈം ടൈം ഫോർ ലൈഫ് ടൈം. പ്രൈം ടൈം ഫോർ ലൈഫ് ടൈം. വെരി ഗുഡ്. പ്രൈം ടൈം ഫോർ ലൈഫ് ടൈം. യുവത്വം എന്ന് പറയുന്നത് നല്ല ചുറുചുറുക്കുള്ള കാലം, ആരോഗ്യം ഉള്ള കാലം, ആശയങ്ങൾ അധികമുള്ള കാലം, സ്വപ്നങ്ങളുള്ള കാലം. എന്നാൽ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ജീവിതത്തിലെ ഇനിയുള്ള ആയുസ്. അതുകൊണ്ട് തന്നെ this prime time choices affect your lifetime. ഈ 10 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ 10 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ ഏർപ്പെടുന്ന ഓരോ സ്വഭാവങ്ങൾ, ഈ സ്വഭാവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പിന്നീടുള്ള അനുഭവങ്ങളെ തീരുമാനിക്കുന്നത്. അമേരിക്കയിൽ ഒരു ലോങ് ഹൈവേ ഉണ്ട്. ഇറ്റ് കണക്ട്സ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് കാനഡ. ആ ഹൈവേക്ക് പറയുന്നത് ട്രാൻസ് അലാസ്ക ഹൈവേ ആണ്. ഒത്തിരി ദൂരം സഞ്ചരിക്കാവുന്ന ഒരു ഹൈവേ. ആ ഹൈവേ കൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകള് ലോങ് ഒരു ഡ്രൈവിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഈ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യും. പല സ്ഥലത്തും അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്യുമെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ ഹൈവേ പല വഴിയിലേക്കും തിരിയുന്നതിന് മുൻപ് തന്നെ വലിയ ഒരു ബിൽ ബോർഡ് ഉണ്ട്, ഒരു വലിയ ബോർഡുണ്ട്. ആ ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, choose your route carefully because you are going to be on this for the next 200 miles of your drive. പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് ലെയിൻ തിരഞ്ഞെടുക്കുക. കാരണം ഇനിയും അടുത്ത 200 മൈലുകൾ ആ ലൈനിൽ കൂടെ തന്നെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഇടയ്ക്ക് തിരിയാനോ മാറുവാനോ സാധ്യമല്ല എന്നുള്ള വലിയ വാർണിംഗ് ആ ബിൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ അലക്ഷ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പല ആളുകളും ഈ ലൈനിന്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് നിർത്തി ആലോചിച്ചിട്ട് ഏത് ലൈൻ എടുക്കണം എന്ന് തീരുമാനിക്കാറുണ്ട്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, യുവാക്കളെ, യുവതികളെ, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഹൈവേയുടെ എക്സാമ്പിൾ പറഞ്ഞത്? ഈ പ്രായത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പല വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ചൂസ് യുവർ ലെയിൻസ് കെയർഫുള്ളി ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി ഓൺ ദിസ് ലൈൻ ഫോർ എ ലോങ് ടൈം. നിങ്ങൾ എടുക്കുന്ന പാത നിങ്ങളെ വളരെയധികം ദൂരം കൊണ്ടുപോകുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ പാത ഈ ഒരു പ്രായത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുന്ന നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. അതുകൊണ്ട് പാതകൾ തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. ഒന്ന്, തെറ്റായ വഴികളുടെ ഡേഞ്ചേഴ്സ് മനസ്സിലാക്കണം. റെക്കഗ്നൈസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് റോങ് ചോയ്സ്. 2, റിയലൈസ് ദ നീഡ് ഓഫ് പ്രോപ്പർ ഡയറക്ഷൻ. ശരിയായ ഒരു വഴി തിരഞ്ഞെടുക്കുവാനുള്ള ആലോചന, ദൈവമേ കൃപ തരണമേ എന്നുള്ള ഒരു വിനയം ജീവിതത്തിൽ ഉണ്ടാകണം. അത് അവിടെ അത്രയും മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകുന്നു. 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏത് വഴി എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി 3 കാര്യങ്ങൾ ശലോമോന്റെ ജീവിതത്തോട് തന്നെ ബന്ധപ്പെടുത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച് ഒരാൾ സഹായിച്ചാട്ടെ. അവിടുന്ന് വായിക്കാം. അപ്പൊ എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ വായിച്ച് സഹായിക്കാം. 1 രാജാക്കന്മാർ 11-ന്റെ 11-ാമത്തെ വാക്യം. യഹോവ ശലോമോനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസനെ കൊടുക്കും. ഇംഗ്ലീഷിലെ ആ ഭാഗം എഴുതിയിരിക്കുന്നത്, സോ ജഹോവ സെഡ് ടു സോളമൻ, സിൻസ് ദിസ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന വാക്കിന് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. ആൻഡ് യു ഹാവ് നോട്ട് കെപ്റ്റ് മൈ കമാൻഡ്മെന്റ്സ്, I will most certainly tear the kingdom away from you and give it to one of your subordinates. ശലോമോനെ സംബന്ധിച്ച് വളരെ എളുപ്പം ജീവിതത്തിൽ പലതും നേടിയെടുത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അനിഷ്ടമായത് തന്റെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് യഹോവയായ ദൈവം ആരോട് പറയുന്നു? ശലോമോനോട് പറയുന്നു, നീ നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ, നിരൂപണങ്ങൾ, മനോഭാവങ്ങൾ തെറ്റിച്ചതുകൊണ്ട്, അവിടെയൊക്കെയും നിനക്ക് ദോഷമായ പ്രവൃത്തിയിലേക്ക് നീ ഏർപ്പെട്ടതുകൊണ്ട് ഇത്രയും നാൾ നീ നേടിയെടുത്തതെല്ലാം നിന്നിൽ നിന്ന് തിരിച്ചെടുത്ത് ആർക്ക് കൊടുക്കും? നിന്റെ കീഴെ ജോലിയുള്ള മറ്റ് ആളുകൾക്ക് കൊടുക്കും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് സക്സസ് അല്ലെങ്കിൽ വിജയത്തിന്റെ പടികൾ പെട്ടെന്ന് ആളുകൾ ചവിട്ടുന്നേ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ആ സ്പോട്ട് ലൈറ്റ് കിട്ടുന്നത്, അല്ലെ? സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വലിയ ലൈറ്റ് ഒരാളുടെ മുഖത്തോട്ട് അതെത്താൻ വലിയ പരിശ്രമം ഇല്ലാതെ തന്നെ പലരും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ they are not able to handle the spotlight. ആ സ്പോട്ട് ലൈറ്റ് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ. കഴിഞ്ഞിടയില് വലിയൊരു ക്രിക്കറ്റ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയില് ആ ആർട്ടിക്കിൾ വന്ന സമയത്ത് ക്രിക്കറ്ററിന്റെ പടവും അതിനോട് ചേർന്ന് വലിയൊരു ഹെഡിങ്ങിൽ കൊടുത്തത് the man who could not handle the spotlight. The man who could not handle the spotlight. ജീവിതത്തിൽ പലതും നേടിയെടുത്തു കഴിയുമ്പോൾ മനോഭാവം തെറ്റുമ്പോൾ, ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോഴാണ് മനസ്സിലാവാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്നാ? മനോഭാവം. അത് തെറ്റുമ്പോൾ ജീവിതത്തിൽ പരാജയം നേരിടുന്ന ഒരു അനുഭവം ശലോമോന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. എന്തുകൊണ്ട്? മനോഭാവം എന്ന് പറയുന്നത് എന്നാ? മനസ്സിന്റെ ഭാവം, അല്ലെ? മനോഭാവം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവം. ഇംഗ്ലീഷിൽ പറയുന്നത് ആറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ആറ്റിറ്റ്യൂഡ് ഈസ് മൈ ഇവാലുവേഷൻ അബൌട്ട് എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ which may be right or which may be wrong. മനോഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള, ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള, ഏതെങ്കിലും ഒരു സംഗതിയെ കുറിച്ചുള്ള എന്റെ വിശകലനം, എന്റെ മനസ്സിന്റെ ഭാവത്തിൽ ഞാൻ അത് എങ്ങനെ കാണുന്നു, അതാണ് മനോഭാവം. അതെപ്പോഴും ശരിയാകണമെന്ന് ഇല്ല. ശരിയോ തെറ്റോ ആകാം. എന്റെ മനസ്സിലെ ശരിയും തെറ്റും അനുസരിച്ച് ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു വ്യക്തിയോടോ ഒരു സിറ്റുവേഷനോടോ പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതാണ് ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മനോഭാവം തെറ്റിയപ്പോൾ പ്രവൃത്തികൾ തെറ്റി. എന്താണ് തെറ്റായിട്ടുള്ള മനോഭാവം? ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ എല്ലാവരും മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്ന, എന്റെ മനോഭാവത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെങ്കില് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ വാട്ട് ഈസ് മൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാട്ട് ആർ റോങ് ആറ്റിറ്റ്യൂഡ്സ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, അത് പറയുവാനായിട്ട് ആഗ്രഹിക്കും. എന്നാൽ അതിനു മുൻപ് ഒരു ഡിവോഷൻ പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവ കഥ. ഒരു ഭാര്യയും ഭർത്താവും ഒരു പുതിയ സ്ഥലത്ത് താമസിച്ചു. ആ നെയ്ബർഹുഡിൽ താമസിക്കുന്ന മറ്റുള്ള ആളുകളെ കുറിച്ചെല്ലാം ഈ ഭാര്യയും ഭർത്താവും എന്നും രാവിലെ പരാമർശിച്ചുകൊണ്ടിരുന്നു. രാവിലെ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ട് ടേബിളിൽ ഇരിക്കുമ്പോൾ ജനലിന്റെ പുറത്തോട്ട് കാണുന്ന ഒരു വീട്, ആ വീടിന്റെ ബാൽക്കണിയിൽ കുറെ തുണികൾ കഴുകിയിട്ടേക്കുന്നു. എന്നും ഈ തുണികൾ കാണുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, ആ വീട്ടിലെ സ്ത്രീക്ക് തുണി കഴുകാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. എന്നും ഒരു മഞ്ഞ നിറം, ഏത് തുണി കഴുകിയിട്ടാലും
ഒരുമാതിരി ചുവണ്ട നിറത്തിലാ ആ തുണി കിടക്കുന്നത്. കുറെ ദിവസം ആവർത്തിച്ച് ഭർത്താവ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവര് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇരുന്നപ്പോൾ ഭാര്യ ആ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞത് അവർക്ക് ഏച്ചെന്ന് തോന്നുന്നു. ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി? ഇന്ന് അവരുടെ തുണി വൃത്തിയായിട്ട് കഴുകിയിട്ടിട്ടുണ്ട്. ഭർത്താവ് ശാന്തനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ജനലിൽ ഉണ്ടായിരുന്ന പൊടി തൂത്ത് കളഞ്ഞു. അവരുടെ തുണി എന്നും അങ്ങനെ തന്നെയായിരുന്നു. പറയാനായിട്ട് ആഗ്രഹിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയിലുള്ള പൊടി മാറ്റാത്തത് കൊണ്ട് സാഹചര്യങ്ങളെയും വ്യക്തികളെയും തെറ്റായിട്ട് വിലയിരുത്തുമ്പോൾ നമ്മൾ തെറ്റായിട്ട് പ്രതികരിക്കുന്നു. അതിന്റെ അനന്തരഫലങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കുന്നു. സോ ഇൻ ഓർഡർ ടു ഹാവ് എ റൈറ്റ് ഡയറക്ഷൻ, ഫസ്റ്റ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. വാട്ട് ആർ ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? സം ഓഫ് ദ എന്താണ് തെറ്റായിട്ടുള്ള മനോഭാവങ്ങൾ? ഒന്ന്, അമിതമായ കോപം. കോപം എല്ലാവർക്കും വരും. ആങ്കർ ഒരു ഇമോഷൻ അല്ലെ? എല്ലാവർക്കും കോപമുണ്ട്. പക്ഷെങ്കിൽ കോപം വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവത്തെ, എൻ്റെ ബിഹേവിയറിനെ നിശ്ചയിക്കുന്നത്. ചിലര് എപ്പോഴും പെസിമിസ്റ്റിക് എന്ന് മലയാളം എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ എന്ത് കണ്ടാലും തെറ്റായിരിക്കും. അത് ശരിയാകില്ല, ഈ പരിപാടി വെക്കാം, അത് വരത്തില്ല, ആളുകൾ വരത്തില്ല. ഏത് കാര്യത്തിനെ കുറിച്ചും ഒരിക്കൽ പോലും നല്ലത് പറയുവാനായിട്ട് സാധിക്കാത്ത ആളുകൾ. മഴയായാലും കുഴപ്പം, ചൂടായാലും കുഴപ്പം, തണുപ്പായാലും കുഴപ്പം. എന്തൊരു ചൂട്, എന്തൊരു തണുപ്പ്, എന്തൊരു മഴ, ഒരിക്കൽ പോലും ഒരു പോസിറ്റീവ് രീതിയിൽ കാര്യങ്ങളെ കാണാൻ സാധിക്കാത്ത ആളുകളെയാണ് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത് വേറൊരു കൂട്ടരുണ്ട്, എന്നും ഭയത്തിൽ കഴിയുന്നത്. ഭയം എന്താ? എപ്പോഴാ നിങ്ങൾക്ക് ഭയം ഉണ്ടാവുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാ ഭയം ഉണ്ട്? പരീക്ഷയ്ക്ക് പോകുമ്പോ അല്ലെ? പരീക്ഷയ്ക്ക് പോകുമ്പോഴുള്ള ഭയം എങ്ങനെയുള്ള ഭയം? ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോകുമോ? പഠിക്കാത്തത് വരുമോ? ഔട്ട് ഓഫ് സിലബസ് വരുമോ? We live with what ifs of life. അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും? എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ വാട്ട് ഇഫ്സ് ഒരിക്കലും സംഭവിക്കാറില്ല. നമ്മൾ ഈ ഭയത്തിൽ തന്നെ കഴിയുന്നത് കൊണ്ട് ഓരോ കാര്യത്തെക്കുറിച്ച് തെറ്റായ മനോഭാവം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്നത് കൊണ്ട് ശരിയായ രീതിയിൽ ഒരു തീരുമാനം, തെരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒരിക്കല് ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഭവനത്തിൽ അർദ്ധരാത്രിക്ക് ഒരു ശബ്ദം കേട്ടു. ഭർത്താവ് ആ ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ താഴെ ഒരു കള്ളൻ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെളിയിലോട്ട് പോകുന്ന സമയം ഭർത്താവ് പെട്ടെന്ന് ലൈറ്റ് ഇട്ടേച്ച് ഇദ്ദേഹത്തെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ കള്ളൻ വിചാരിച്ചു ഇന്ന് കിട്ടിയത് തന്നെ. പേടിച്ച് വറച്ചവിടെ നിന്നപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നീ എടുത്തതൊക്കെ കൊണ്ടുപോക്കോ, പക്ഷെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകും. ഈ കള്ളനൊരു അതിശയം, വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം സംശയിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഭാര്യയെ വിളിച്ചോണ്ട് വന്ന ഭർത്താവ് പറഞ്ഞു, ദാണ്ട നീ 20 വർഷമായിട്ട് കാത്തിരുന്ന മനുഷ്യൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ പറഞ്ഞെന്നറിയും? 20 വർഷമായിട്ട് ഉറങ്ങാൻ കിടന്നുമ്പോൾ ഭാര്യയ്ക്ക് പേടി. ലൈറ്റ് ശരിക്ക് ഓഫ് ചെയ്തായിരുന്നോ? പട്ടിയെ അഴിച്ചു വിട്ടായിരുന്നോ? താഴത്തെ കുറ്റി ഇട്ടായിരുന്നോ? മേളത്തെ ജനൽ അടച്ചായിരുന്നോ? ഈ ഒരു പേടിയിൽ എന്നും കഴിയുമ്പോൾ ഒരിക്കൽ പോലും ഭർത്താവിന് സ്വസ്ഥത കൊടുക്കാത്ത ഭാര്യ. എന്തുകൊണ്ടാ? അമിതമായ ഭയം. ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ബാധിക്കുന്നു, കുടുംബജീവിതത്തെ ബാധിക്കുന്നു, ജീവിതത്തിന്റെ തീരുമാനങ്ങളെ ബാധിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. അമിതമായ കോപം, ഏത് കാര്യത്തോടും നെഗറ്റീവായ രീതിയിൽ കാണുന്ന ഒരു സ്വഭാവം, അമിതമായിട്ടുള്ള ഭയം. ഇത് പലപ്പോഴും ജീവിതത്തിൽ ഒരു ശരിയായ ദിശയിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ ഡിപ്രഷൻ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സംഗതി പലപ്പോഴും ഈ 3 നെഗറ്റീവ് ഇമോഷൻസിന്റെ അമിതമായിട്ടുള്ള എക്സ്പ്രഷൻസ് അതാകുമ്പോൾ ഡിപ്രഷൻ, സാഡ്നെസ്, സൂയിസൈഡൽ ടെൻഡൻസി, ഈ ഒരു അനുഭവത്തിലേക്ക് കടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ മാറ്റാം? വേദോക്ത പ്രകാരം തന്നെ 4 കാര്യങ്ങൾ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഹ്യൂമിലിറ്റി, സബ്മിഷൻ ഫാക്ടർ. അതിനുവേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2ാം അധ്യായം
5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 2 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഏത് മനോഭാവമാണ്? ഏതാണ്? താഴ്മയുടെ ഒരു മനോഭാവം, ഹംബിൾനെസ്, ഹ്യൂമിലിറ്റി. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും. എങ്ങനെ എന്ന് പറയട്ടെ. താഴ്മയുള്ള ഒരു മനുഷ്യന് എപ്പോഴും ഒരു ആശ്രയ കേന്ദ്രം ഉണ്ടായിരിക്കും. ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടത് ആശ്രയ കേന്ദ്രങ്ങൾ മാറിപ്പോയി. ആശ്രയ കേന്ദ്രങ്ങൾ മാറിപ്പോയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ താഴ്മ നഷ്ടപ്പെട്ടു. നേടിയെടുക്കാം, പഠിച്ചെടുക്കാം, അഡ്മിഷൻ കിട്ടും, അപ്പാടിയിൽ പൈസ ഉള്ളതുകൊണ്ട് അഡ്മിഷന് യാതൊരു പ്രയാസം വരുത്തില്ല എന്നുള്ള ആ ഒരു അഹംഭാവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ താഴ്മ നഷ്ടപ്പെടുന്നു. എന്നാൽ 5 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ഫീസും ഡൊണേഷനും കൊടുത്തിട്ട് 1 വർഷം പോലും പഠനം പൂർത്തിയാകാതെ മടങ്ങി വരുന്ന അനേക ചെറുപ്പക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? ജീവിതത്തിൽ താഴ്മ നഷ്ടപ്പെടുമ്പോൾ, ആശ്രയ കേന്ദ്രങ്ങൾ മാറിപ്പോകുമ്പോൾ, ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത ലക്ഷണം എന്താണ്? ഏത് ജോലിയും ചെയ്യുവാൻ നമുക്ക് പ്രയാസമില്ല. നമുക്കറിയാം, ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുമ്പോൾ വെൽക്കം സ്പീച്ച് പറയാൻ ആളുണ്ട്, ബാഡ്ജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളുണ്ട്, സോങ് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളുണ്ട്. എന്നാൽ ബാക്ക് സൈഡില് ടോയ്ലറ്റ്സ് മോശമായിട്ട് കിടക്കുവാണെങ്കിൽ അവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കുവാൻ വോളണ്ടിയേഴ്സിനെ കിട്ടത്തില്ല. ബിക്കോസ് ഓൾ ജോബ് ഇസ് നോട്ട് ഓണറബിൾ. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് ആണ് ഇന്ന് താല്പര്യം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ താഴ്മ നഷ്ടപ്പെടുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്കും മാതൃകയായ യേശു ക്രിസ്തു തന്റെ സ്ഥാനം വെടിഞ്ഞ് ഈ ലോകത്തിൽ ഈ ഭൂമിയിലേക്ക് താണു വന്നിറങ്ങിയത് കൊണ്ടാണ് രക്ഷ എനിക്കും നിങ്ങൾക്കും നൽകിയത്. ജീവിതത്തിൽ താഴ്മയുടെ മനോഭാവം ഉണ്ടെങ്കിൽ ഏത് കാര്യം ചെയ്യുവാനും മടിയുണ്ടാകുകയില്ല. പിന്നീട് ഇന്ന് പല ആളുകളും ജോലിക്ക് പോകുമ്പോൾ അധികം നാളെ നിൽക്കത്തില്ല. MBA MCheck ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറിയാൽ 6 മാസം നിൽക്കും, വീണ്ടും അവിടെ റിസൈൻ ചെയ്തേച്ച് പോകും. എനിക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ അവരെന്നെ ശരിയാവണ്ണം പ്രവർത്തിക്കുവാനായിട്ട് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. മറ്റുള്ളവർ എന്നോട് ഒരു കറക്റ്റ് വേയിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അംഗീകരിക്കൊള്ളുവാനോ പറ്റാത്ത ഒരു അനുഭവം. എന്നാൽ ജീവിതത്തിൽ താഴ്മ വരുമ്പോൾ ഏത് ജോലി ചെയ്യുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും മറ്റുള്ളവരെ നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠമായിട്ട് കാണുവാനും മനസ്സുണ്ടാകുമ്പോൾ ഏത് സ്ഥാനത്ത് ജോലിക്ക് പോയാലും ആ ജോലി ചെയ്യുവാൻ പറ്റും. കുടുംബ ജീവിതത്തിൽ ഏർപ്പെട്ടാലും അവിടെ നിൽക്കുവാനായിട്ട് പറ്റും. ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടിയാൽ ആ ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുവാനായിട്ട് പറ്റും. എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടത്, ശലോമോന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് താഴ്മ. മനോഭാവത്തിൽ വന്ന വ്യത്യാസം അവനെ അഹംഭാവമുള്ളവനാക്കി. അത് താഴ്ചയുടെ തകരാറിന്റെ ഒരു പാതയിലേക്ക് ശലോമോനെ നയിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് അതിനോട് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ സംഗതി, വാട്ട് വി നീഡ് ടു ഡെവലപ്പ് ഓപ്റ്റിമിസം. ഓപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം. ഇന്ന് നമ്മൾ ചുറ്റും കാണും പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ബോർഡ്സ് കാണും. അവർക്കൊക്കെ ഒരു പക്ഷെങ്കിൽ വെറും പോസിറ്റീവ് തിങ്കിങ്ങിൽ നിൽക്കുവാനേ സാധിക്കത്തുള്ളൂ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വെറും ശുഭാപ്തി പ്രതീക്ഷയല്ല, പിന്നെയോ ഒരു ഫെയ്ത്ത് ഫാക്ടർ അതിനോട് കൂടെയുണ്ട്. ഒരു വിശ്വാസത്തിന്റെ വലിയ ഒരു അളവ് ഈ ശുഭാപ്തി പ്രതീക്ഷയുടെ ഒരു ബേസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓപ്റ്റിമിസം എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു നല്ല വശം കാണുവാൻ നമ്മളെ സഹായിക്കുന്നു. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്.
ഒരിക്കൽ ഒരു ഷൂ കമ്പനി രണ്ടുപേരെ ഒരു സ്ഥലത്ത് ആ കമ്പനിയുടെ ബ്രാഞ്ച് തുടങ്ങുന്നതിന് മുൻപ് ആ സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് വിട്ടപ്പോൾ രണ്ടുപേരും വ്യത്യസ്തമായ മറുപടി തന്നു. ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരുത്തം പോലും ഷൂ ഇടുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഷൂ കമ്പനി തുടങ്ങിയോണ്ട് യാതൊരു ഗുണവും ഇല്ല. എന്നാൽ മറ്റേ ആളുടെ റിപ്പോർട്ട് തിരിച്ചയച്ചത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇതുവരെയും ആരും ഷൂ ഇട്ടിട്ടില്ല, ഒരു ഷൂ കമ്പനി ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ ഒരു കമ്പനി തുടങ്ങിയാൽ വളരെയധികം വിജയിക്കുന്ന ഒരു ബിസിനസ്. ഒരേ സാഹചര്യത്തെ രണ്ടുപേര് വ്യത്യസ്തമായി കണ്ടപ്പോൾ ആർക്കാണ് അവിടെ വിജയം നേടാൻ സാധിച്ചത്? ഒരു പോസിറ്റീവ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയുള്ള ഒരു ശുഭാപ്തി ഭാവമുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കത്തുള്ളൂ. വേദോത്സവത്തിൽ തന്നെ നമ്മൾ കാണുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, അല്ലെ? ദാവീദ് പറയുന്നത് എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അത് പറയുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള മനുഷ്യൻ എന്നാ പറയുന്നേ, ദൈവമേ സ്തോത്രം. എന്നാൽ ഒരു പെസിമിസ്റ്റിക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾ എന്താ പറയുന്നേ, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, ഇനി ആരാ ഇത് വൃത്തിയാക്കണേ, അല്ലെ? ഹൂ ഈസ് ഗോയിങ് ടു ക്ലീൻ ദിസ് മെസ് എന്നുള്ള ഒരു ചിന്ത. അനുഗ്രഹം വർദ്ധിച്ചാലും സന്തോഷത്തോടെ അത് കൈക്കൊള്ളുവാൻ സാധിക്കാതെ പോകുന്ന മനോഭാവം തീർച്ചയായിട്ടും നിരാശയിലേക്കും വഴിതിരിവിലേക്കും നമ്മളെ നയിക്കുന്നു. മൂന്നാമത് അതിനോട് ചേർന്ന് തന്നെ കണ്ടെന്റ്മെന്റ്, സംതൃപ്തി. ഇന്ന് സ്കൂളിലും കോളേജിലും ടീച്ചേഴ്സ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ ക്യാമ്പിലും വോളണ്ടിയേഴ്സ് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ്. എന്തെല്ലാം ഗോഷ്ഠി കാണിച്ചാലും സന്തോഷിപ്പിക്കുവാൻ പറ്റാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ കാണും. കാരണം they are more and more exposed to other happiness of the world. ഏതാണ് ശരിയായ ഹാപ്പിനെസ്, ഏതാണ് ശരിയായ കണ്ടെന്റ്മെന്റ്, സംതൃപ്തി എന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒന്നും അവർക്ക് തൃപ്തി നൽകുന്നില്ല. വീട്ടിൽ അമ്മ പുട്ടുണ്ടാക്കുന്ന ദിവസം പറയും, എന്ത് വേണം? പാലപ്പം വേണം. പാലപ്പം ഉണ്ടാക്കുന്ന ദിവസം പറയും ചപ്പാത്തി വേണം. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം പറയും പൂരി വേണം. ഇതൊന്നും ഇല്ലാത്ത ദിവസം പറയും, ഈ സൈഡിലുണ്ടോന്ന് അറിയത്തില്ല, KFC ചിക്കൻ വേണം, അല്ലേ? സംതൃപ്തി ഇല്ലാത്ത അനുഭവത്തിൽ വളരുമ്പോൾ ജീവിതത്തിൽ ഒരു പഠനത്തിന് പോയാൽ സംതൃപ്തി കാണത്തില്ല, ഒരു ജോലിക്ക് പോയാൽ സംതൃപ്തി കാണത്തില്ല. എന്തിനു പറയുന്നു അധപതനം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ, ഒരാളുമായിട്ട് ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചാൽ പോലും സംതൃപ്തി ഇല്ലാതെ ജീവിക്കുന്ന അനേക യുവ കുടുംബങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ദിവസത്തിന് ദിവസം വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. ഇത് 26-28 വയസ്സാകുമ്പോൾ തുടങ്ങുന്നതല്ല. 8 വയസ്സ് 9 വയസ്സ് തൊട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി രൂപീകരണത്തിൽ കൂടെ തുടങ്ങുന്ന അനുഭവമാണെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതിന്റെ വില അറിയത്തില്ല. എന്നാൽ യുവത്വത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം, ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് കിട്ടുമ്പോൾ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നാളെ 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാര്യ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഭർത്താവ്, നിങ്ങൾക്ക് ലഭിക്കുന്ന കുടുംബജീവിതം, അതിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതോട് ബന്ധപ്പെട്ട് തന്നെ നാലാമതായിട്ട് പറയുവാനായിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ. ഒരു കാര്യത്തെക്കുറിച്ചും എന്താണ് ഇല്ലാത്ത ഇന്ന്? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെ? താങ്ക്ഫുൾനെസ്. ഇതെല്ലാം എനിക്ക് എന്തോ അവകാശപ്പെട്ടതാണ്, അമ്മയപ്പനും പൈസ ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അവർ തരേണ്ടത് അവരുടെ കടമയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും അപ്പനും അമ്മയും വലിയ ആഗ്രഹത്തോടെ ഒരു പക്ഷെങ്കിൽ ഒത്തിരി ദിവസത്തെ സമ്പാദിച്ചു വെച്ച, സ്വരൂപിച്ചു വെച്ച കാശ് മേടിച്ച് 5000 രൂപയുടെ ഒരു മൊബൈൽ മേടിച്ച് ഒരു 14 വയസ്സുകാരന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവനത് നോക്കിയിട്ട് മാറ്റി വെക്കും. ഓ, ഈ മൊബൈലാണ് ഒത്ര കാര്യമായിട്ട് തന്നെ. ഒരു വർഷം ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി കാത്തിരുന്നിട്ട്, is this what you have given me the gift? Gratitude ഇല്ലായ്മ, no thankfulness because expectations are more. ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും സന്തോഷമില്ലായ്മ, നന്ദിയില്ലായ്മ, ആ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം പരാജയത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇത്രയും നേരം മനോഭാവത്തെ കുറിച്ച് മാത്രം ഞാൻ എന്തിനു സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, എന്റെ മനോഭാവം
എന്റെ വികാരങ്ങളെ തീരുമാനിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ മനോഭാവം എന്റെ വികാരങ്ങളെ തീരുമാനിക്കുന്നു. എന്റെ വികാരങ്ങൾ എന്റെ പെരുമാറ്റത്തെ തീരുമാനിക്കുന്നു. എന്റെ പെരുമാറ്റം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും എന്നെ ബാധിക്കുന്നു. ഈ ഇരിക്കുന്ന മോളെ കുറിച്ച് എനിക്ക് ഒരു അറിവുമില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ മോളെ കാണുമ്പോൾ എന്റെ മനസ്സിലൊരു മനോഭാവം, മനസ്സിന്റെ കണ്ണാടിയിൽ കൂടെ ഞാൻ ഈ മോളെ കാണുമ്പോൾ ഒരു പക്ഷെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ചിന്തയായി എന്റെ മനസ്സിൽ വരുന്നെങ്കിൽ എന്റെ വികാരം ഒരു ദേഷ്യം, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ അതായിരിക്കും. ഈ മോളോട് ഞാൻ പെരുമാറുമ്പോൾ ആ ദേഷ്യമെല്ലാം എന്റെ സ്വഭാവത്തിൽ കൂടെ പുറത്തോട്ട് വരും. അതേ സമയത്ത് അത് മറിച്ചാണെങ്കിലും ഈ കുഞ്ഞിനെ കാണുമ്പോൾ സ്നേഹത്തോടെ ഇടപെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് തമ്മിൽ അക്കോമഡേറ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എവിടെ തെറ്റ് പറ്റി എന്ന് ചോദിച്ചാൽ എവിടെയാ തെറ്റ് പറ്റിയത്? എവിടെയാ? മനോഭാവത്തിൽ. പല ആളുകളും യങ് കപ്പിൾസ് കൗൺസിലിംഗിന് വരും. കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്ന പ്രശ്നങ്ങളുമായിട്ട് കൗൺസിലിംഗിന് വരുന്ന സമയത്ത് ആദ്യം ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. പലപ്പോഴും പറയുന്നത്, ആദ്യത്തെ സമയം എനിക്ക് അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഇതായിരുന്നു, അതെനിക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം മുൻപോട്ട് നന്നായിട്ട് പോകുവാനും സാധിക്കുന്നില്ല. ഇത് പേരൻസ് ആലോചിച്ച് ചെയ്യുന്ന കല്യാണം. എന്നാൽ സ്വയമായിട്ട് കണ്ടെത്തുന്ന കല്യാണങ്ങളിൽ വരുന്ന പരാജയങ്ങളോ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നതായിരുന്നു, പോസിറ്റീവ്, വളരെ പോസിറ്റീവ്. പക്ഷെ ജീവിത യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടപ്പോൾ അതുമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ലാതെ പോയത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഈ പ്രായത്തിലുള്ള മനോഭാവമാണ് ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുവാനായിട്ട് സഹായിക്കുന്നത്. ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള വിശകലനമാണ് ഒരു പക്ഷെങ്കിൽ നമ്മുടെ പള്ളിയെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച്. പള്ളിയിൽ പോയാൽ എന്നാ കിട്ടാനാ, നമ്മുടെ സഭയിലെ ആരാധന എന്തിനു കൊള്ളും എന്നുള്ള ഒരു മനോഭാവത്തിൽ കൂടെ ഈ പ്രായത്തിൽ നിങ്ങൾ വളരുമ്പോൾ അത് മാറ്റിയെടുത്തില്ല എങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ ഒരു സന്തോഷമുള്ള ആരാധന ജീവിതം, ജോലി ജീവിതം, കുടുംബജീവിതം ലഭിക്കാതെ വണ്ണം നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ശലോമോന്റെ ജീവിതത്തിൽ നേടിയെടുത്തതെല്ലാം യഹോവയായ ദൈവം തിരിച്ചെടുത്തു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ നൽകിയിരിക്കുന്ന നല്ല അനുഗ്രഹങ്ങൾ, നല്ല സാധ്യതകൾ എന്റെയും നിങ്ങളുടെയും മനോഭാവത്തിലുള്ള മോശക്കേട് കൊണ്ട് ഒരിക്കൽ പോലും നഷ്ടപ്പെടുവാനായിട്ട് ഇടവരരുത്. അടുത്തത്, രണ്ടാമത്തെ പരാജയം ശലോമോന്റെ ജീവിതത്തിൽ വന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, സഭാപ്രസംഗി 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 2 verse 3. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവവലിനും ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും പോഷത്വം പിടിച്ച് കൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. രണ്ടാമതായിട്ട് ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, ആകാശത്തിന് കീഴെ സൂര്യന് കീഴെയുള്ള എല്ലാ സന്തോഷങ്ങളും അനുഭവിപ്പാനുള്ള ഒരു വഴിയിലേക്ക് ശലോമോൻ പോയി. ജ്ഞാനിയായിരുന്ന ശലോമോൻ ആ അനുഭവങ്ങളെ വിലയിരുത്താതെ വണ്ണം ആ സന്തോഷങ്ങളുടെ പുറകെ പോയപ്പോൾ ശലോമോന്റെ ജീവിതം പരാജയത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇന്ന് ജീവിക്കുന്ന യുവതലമുറ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം ഉള്ളത് അപ്പായും അമ്മായും ഒക്കെ കഷ്ടപ്പെട്ട് നമുക്ക് നൽകുമ്പോൾ ആ കഷ്ടപ്പാടിന്റെ വില ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ എപ്രകാരം എന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ശലോമോൻ എഴുതുന്നത്, ബിവെയർ ക്വിക്ക് സാൻഡ്, സൂക്ഷിക്കുക പൊതൽ മണ്ണ്. പൊതമണ്ണ് എന്ന് പറഞ്ഞാൽ എന്നാ? പെട്ടെന്ന് പറഞ്ഞേ, നമുക്ക് 4 മണിക്ക് തീർക്കണം. പൊതമണ്ണ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ലേ? കേട്ടിട്ടില്ലേ? ഈ സൈഡിൽ വേറെ വേർഡാണ് ഉപയോഗിക്കുന്നത്. പൊതയുന്ന മണ്ണ്, മനസ്സിലായോ? ഈ നാട്ടിൽ അതിന് വേറെ വാക്കാണോ? ബീച്ചിന്റെ അടുത്തൊക്കെ പോയാൽ എന്തോ
ആന്റി പറഞ്ഞ സാധനം തന്നെ, എനിക്ക് ആ വേർഡ് കിട്ടിയില്ല. നമുക്കറിയാം ചില സ്ഥലത്ത് നമ്മൾ കാലങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളത് പൊക്കിയെടുത്ത് വീണ്ടും അടുത്ത കാലം വെക്കാൻ സംഭവിക്കും, അധികമായിട്ട് താണു പോകുന്ന അനുഭവം. ശലോമോൻ പറയുന്നത് ബിവെയർ ക്വിക്ക് സാൻഡ്, സൂക്ഷിക്കുക, പൊതമണ്ണ് ചുറ്റിനുമുണ്ട്. എവിടെയാ ഉള്ളത്? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യുവത്വത്തിന്റെ ചുറുചുറുപ്പിൽ ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്നെയും നിങ്ങളെയും വഴിവഴുപ്പിലേക്ക് നയിക്കുന്നത്. ഒന്ന്, ലഹരി പദാർത്ഥങ്ങൾ. ഒരു ഉദാഹരണമായിട്ട് ഒരു കേസ് സ്റ്റഡി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജിമ്മ് എന്ന് പറഞ്ഞ 13 വയസ്സുള്ള ഒരു ബാലൻ, നല്ല സന്തോഷമുള്ള, ആരോഗ്യമുള്ള, ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ശനിയാഴ്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെലവഴിക്കുവാനായിട്ട് പോയി. ആ കൂട്ടുകാരന്റെ വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലായിരുന്നു. ഈ രണ്ട് ചെറുപ്പക്കാരും കൂടെ കുറെ നേരമൊക്കെ ഇരുന്ന് TV കണ്ട് ബോറായി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും എടുത്ത് കുടിക്കാമെന്ന് ശ്രമിച്ചപ്പോൾ ചെന്ന വീട്ടിലെ ആ മോൻ പറഞ്ഞു, ഇവിടെ ഒരു നല്ല സാധനം ഇരിപ്പുണ്ട്, എന്റെ പപ്പ എന്നും ആഹാരം കഴിച്ചിട്ട് കുടിക്കുന്ന സാധനം. പക്ഷെ കുപ്പി എടുത്ത് നോക്കിയപ്പോൾ പകുതിയോളം അതിനകത്തുണ്ട്. ഇവരെന്നാ ചെയ്തെന്നറിയാമോ? ആ കുപ്പി സാധനം കുടിച്ചിട്ട് ബാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ച് അതുപോലെ ഫ്രിഡ്ജിനകത്ത് തിരിച്ചു വെച്ചു. ആദ്യത്തെ ടേസ്റ്റ് കിട്ടിയപ്പോൾ രണ്ട് ചെറുപ്പക്കാർക്കും നല്ല സന്തോഷം തോന്നി. ആദ്യത്തെ ഒരു ശനിയാഴ്ച പോകുവാനായിട്ട് ആഗ്രഹിച്ച ജിമ്മ് ആ പോക്ക് എല്ലാ ശനിയാഴ്ചയിലേക്കും മാറ്റി. വീട്ടിലെ ആ പിതാവ് അറിഞ്ഞില്ല അതിനകത്ത് വെള്ളം ചേർത്ത് വെച്ചിരുന്നത്, അതിനകത്തെ അളവ് കുറയുന്നതും ആ പിതാവ് അറിഞ്ഞില്ല. ആഴ്ചകളോളം ഈ സംഭവം തുടർന്നു. ജിമ്മ് കുറെ കൂടെ വലുതായി, ഹൈസ്കൂൾ കഴിഞ്ഞു. അത് കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തിന് അധികം ആഗ്രഹം. കൂട്ടുകാരോട് ചേർന്ന് പലതും വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് അമ്മയും അപ്പനും അറിയാതെ വിറ്റ് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കുടിച്ച് കൂടുതൽ ആസ്വദിച്ചു. കോളേജിൽ അമ്മയപ്പന്മാര് വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് പഠിക്കുവാനായിട്ട് വിട്ടു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഈ സ്വഭാവം തുടർന്നതുകൊണ്ട് പഠിക്കുവാനായിട്ട് ഇടയായില്ല. പഠനം പകുതി പൂർത്തീകരിക്കാതെ പകുതിക്ക് വെച്ച് നിർത്തി ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മാതാപിതാക്കൾക്ക് ആകെ നിരാശയും ദേഷ്യം. നീ എന്തെങ്കിലും ജോലി ചെയ്ത് നീ ജീവിക്കുക, ഞങ്ങൾക്ക് ഇനി നിന്നെ പഠിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് മാതാപിതാക്കൾ തീരുമാനമെടുത്തപ്പോൾ ഈ കുഞ്ഞു പോയി, ഈ ചെറുപ്പക്കാരൻ ചെറിയ ജോലിക്കായിട്ടൊക്കെ പോയി തുടങ്ങി. എന്നാൽ കിട്ടുന്നതിനേക്കാട്ടിൽ അധികം കുടിച്ച് തന്നെ നശിപ്പിച്ചു. കുറെ കൂടെ വയസ്സായപ്പോൾ, 24 വയസ്സ് 25 വയസ്സായപ്പോൾ മാതാപിതാക്കൾ വിചാരിച്ചു ഇവന് ഒരു ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നല്ല തീരുമാനം എടുക്കാം. പല മാതാപിതാക്കളും കാണിക്കുന്ന അബദ്ധങ്ങൾ, കുഞ്ഞുങ്ങളുടെ വഴി നേരെയാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ വേറൊരാളുടെ തലയിലോട്ട് കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിച്ചുവിട്ട ഈ കല്യാണം കഴിച്ച ഈ ജിമ്മ് കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ മദ്യപിച്ചിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്ത ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ നഷ്ടപ്പെട്ടു. എങ്കിലും നല്ലൊരു വീട്ടിലെ പെൺകുട്ടിയായിരുന്നത് കൊണ്ട് ഈ ജിമ്മിന്റെ എല്ലാ ദുശീലങ്ങളും സഹിച്ച് അവിടെ ജീവിച്ചു. എന്നും ഈ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജിമ്മിന്റെ മാതാപിതാക്കളും ജിമ്മിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വ്യത്യാസമോ ഒരു മനസാന്തരമോ ജിമ്മിനുണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഞ്ഞ് ലഭിച്ചു. കുഞ്ഞ് വളർന്ന് 3 വയസ്സായി, 4 വയസ്സായി. ഇന്ന് ജിം ഒരു മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുന്നു. എന്നാൽ എന്നും വൈകിട്ട് വരുമ്പോൾ മദ്യപിച്ച് വളരെയധികം സുബോധം നഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം ഭവനത്തിൽ വരുന്നത്. ഈ കുഞ്ഞ് 4 വയസ്സ് 5 വയസ്സായപ്പോഴും കുഞ്ഞു വീട്ടിൽ കാണുന്നത് എന്നും വൈകിട്ട് അമ്മയും അച്ഛനുമുള്ള തല്ല്. ഈ അപ്പൻ വരുന്നത് ആകാംക്ഷയോടെ കുഞ്ഞ് നോക്കിയിരിക്കുമെങ്കിലും മനസ്സിൽ ഭയത്തോടെയാണ് ഈ അപ്പനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും കുഞ്ഞ് അപ്പന്റെ മുമ്പിൽ ചെന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് പറയും, പപ്പ ഇന്നെങ്കിലും കുടിക്കാതെ വരണം, ഇന്നൊരു ദിവസമെങ്കിലും പപ്പ കുടിക്കാതെ വരണം എന്ന് ഈ കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് പിതാവിനോട് അപേക്ഷിച്ചാലും ഒരു ഭാവവും കുലുക്കവും ഇല്ലാതെ ജിമ്മ് വീണ്ടും ജോലിക്ക് പോകും. വൈകിട്ട് വരുമ്പോൾ അതേപടി തന്നെ. ഒരു ദിവസം ഇതുപോലെ മദ്യപിച്ച് വന്ന ജിമ്മ് കയറി വന്നപ്പോൾ അന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. അപ്പൊ ഭാര്യ രാവിലെ പറഞ്ഞു വിട്ടു, ഇന്നെങ്കിലും മദ്യപിക്കാതെ തിരിച്ചു വീട്ടിൽ വരണം. പക്ഷെ അന്ന് വൈകിട്ട് മദ്യപിച്ച് വന്ന ജിമ്മിനോട് ഭാര്യ ഒറ്റ ചോദ്യമേ ചോദിച്ചു, ഇന്നെങ്കിലും നിങ്ങൾക്ക് മദ്യപിക്കാതിരുന്നു കൂടെ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന ജിമ്മ് കയ്യിലിരുന്ന ആ മെഡിക്കൽ റെപ്പിന്റെ ബാഗ് ഒന്ന് പറഞ്ഞു, 2 പറഞ്ഞു, ഇതെടുത്ത് ഭാര്യ ഉപദ്രവിക്കുവാൻ വേണ്ടി പൊക്കിയപ്പോൾ കൊച്ച് മകള് ഓടി നടുക്ക് വന്നു. ആ ബാഗ് ഈ കുട്ടിയുടെ
തലയ്ക്ക് കൊണ്ടു. കുഞ്ഞ് ഭിത്തിയോട് ചേർന്ന് വീണപ്പോൾ തന്നെ ബോധം കെട്ടു. രക്തം ഒലിക്കുന്ന കണ്ടപ്പോൾ, ഈ കുഞ്ഞിന്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ജിമ്മിന് സുബോധം വന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഇന്ന് പലപ്പോഴും പലർക്കും സുബോധം വീണ്ടു കിട്ടുന്നത്. അതാണ് ജിമ്മിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ജിമ്മിന്റെ കുഞ്ഞിന്റെ സുബോധം നഷ്ടപ്പെട്ടപ്പോൾ ജിമ്മിന് സുബോധം വന്നു. പെട്ടെന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചെറിയ എഴുത്ത് ആ സമയത്ത് കണ്ടു. അത് അന്നേരം വായിക്കാതെ പോക്കറ്റിൽ എടുത്തു വെച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ, അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഇവിടെ ഒക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ബ്രെയിൻ സ്റ്റെം ഇസ് ഡെഡ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ജിമ്മ് വീണ്ടും അടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ICUലാക്കി. ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഹോസ്പിറ്റലിലെ തിണ്ണയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ കുഞ്ഞിന് ഒരു വ്യത്യാസവും വന്നില്ല. ബ്രെയിൻ ഡെഡ് ആയിപ്പോയി. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ ഒരു ആയുസ് മുഴുവൻ ഈ കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. അന്ന് വൈകിട്ട് ശേഷം, കുഞ്ഞിന്റെ ആ പെരുന്നാളിന് ശേഷം ജിമ്മ് കുടിച്ചിട്ടില്ല. ആ ജിമ്മിന് കിട്ടിയ ഒരു ചെറിയ കത്ത് പിന്നീട് അദ്ദേഹം എടുത്ത് വായിച്ചത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഡാഡി, I love you. Today is my birthday. I want a gift from you. And that is, you should not drink again. ഇന്ന് എന്റെ പെരുന്നാളാകുന്നുവല്ലോ, എനിക്ക് ഡാഡിയോട് ഒരു ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ ആവശ്യം. ഡാഡി ഇനി മേലാൽ കുടിക്കരുത്. ഈ ജിമ്മ് കുഞ്ഞിന്റെ കട്ടിലിന്റെ അടുത്തിരുന്ന ദിവസങ്ങളോളം കരഞ്ഞു പറഞ്ഞു, കുഞ്ഞെ, ഇനിയും നിന്റെ ഡാഡി, നിന്റെ അപ്പ കുടിക്കത്തില്ല. പക്ഷെങ്കിൽ ജിമ്മിന്റെ ഭാഷ മനസ്സിലാകുന്നതിന് വളരെയധികം ദൂരം ഈ കുട്ടി പോയി കഴിഞ്ഞിരുന്നു. ബ്രെയിൻ ഡെഡ് ആയ കുട്ടി ആ കട്ടിലെ നിശ്ചലമായി കിടന്നു. അപ്പോൾ ജിം ഒരു തീരുമാനമെടുത്തു, ഇനി മേലാൽ കുടിക്കുകയില്ല. കുടിക്കാതെ ഇരുന്ന ജിം ഒരു തീരുമാനം കൂടെ എടുത്തു. ഇതുപോലുള്ള തെറ്റായ വഴിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു കൂട്ടായ്മ ആ നാട്ടിൽ തുടങ്ങി. അങ്ങനെ ആ ഒരിക്കലുമില്ലാത്ത ഒരു AA കൂട്ടായ്മ ആ നാട്ടിൽ തുടങ്ങി. അനേക ആളുകൾക്ക് പ്രയോജനമുള്ളതായി ജിമ്മിന്റെ ജീവിതം തീർന്നു. ഇവിടെ പറയുവാൻ എനിക്ക് ആഗ്രഹിച്ചത് 3 കാര്യങ്ങൾ. ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ തുടങ്ങുമ്പോൾ, ആദ്യത്തെ പഫ് എടുക്കുമ്പോൾ, ആദ്യത്തെ പെഗ് എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിന് അടിമകളാകാൻ തീരുമാനിച്ചുകൊണ്ടല്ല എടുക്കുന്നത്. Nobody takes the first peg or first puff thinking that he is going to be an addict. അതിന് അടിമയായി പോകും എന്നുള്ള ചിന്തയോടോ ആഗ്രഹത്തോടോ അല്ല ആദ്യത്തെ ലഹരി പദാർത്ഥം വായിൽ വെക്കുന്നത്. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളെക്കാട്ടിൽ സ്ട്രോങ് ആയി തീരുന്ന ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ സുബോധത്തോടെ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് കഴിഞ്ഞിടയിൽ ക്രിസ്മസിന്റെ സമയത്ത് മലയാള മനോരമയിൽ വന്ന ഒരു ന്യൂസ്, ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു കുഞ്ഞ്, റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും ചെറിയ പ്രായം, മദ്യപിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞെന്ന് ഏതെന്ന് ചോദിച്ചാൽ 4ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞാ. 4ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? നിങ്ങൾ ഏത് ക്ലാസ്സിലാ? 3ല്. മോൻ എത്ര വയസ്സുണ്ട്? 9 അല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനും 9-10 വയസ്സിന്റെ പ്രായത്തിൽ ഈ ഒരു പദാർത്ഥം ഒന്ന് മാത്രം ഞാനൊന്ന് കാല് വെച്ച് നോക്കട്ടെ എന്ന് വെച്ച് ആ മണ്ണിലേക്ക് നീ കാല് വെക്കുമ്പോൾ അത് നിന്റെ കാലിനെ അധികമായിട്ട് താഴോട്ട് വലിക്കുന്ന ഒരു അനുഭവം. ഈ പ്രായത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്തൊക്കെ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ശിഷ്ടമുള്ള ആയുസ് ഇതേ വഴിയിലേക്ക് തെറ്റിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ലഹരി പദാർത്ഥങ്ങളോട് ചേർന്ന് തന്നെ ഒരു സംഗതി പറയാതെ മുൻപോട്ട് പോകാനായിട്ട് സാധ്യമല്ല. മറ്റൊന്ന് പൊർണോഗ്രഫി. മലയാളത്തിൽ അതിനൊരു വാക്കുണ്ടോ എനിക്ക് അറിയത്തില്ല. അപ്പോഴും ഞാൻ അച്ഛനോട് ചോദിച്ചു. അശ്ലീല ചിത്രങ്ങൾ അത് കേരളത്തിൽ വളരെയധികം വളരുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞിടയിൽ ബാംഗ്ലൂരിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു സർവേയിൽ വായിച്ചത്, പൊർണോഗ്രഫി ഏറ്റവും കൂടിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നു. ആർക്കാ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്? ഇത് വിൽക്കുന്ന ആളുകൾക്ക് വലിയ പണം ഉണ്ടാക്കാനുള്ള മുഖാന്തരമായിട്ട് ഈ ഒരു ഫീൽഡ് മാറുന്നു. അതോടൊപ്പം അതിലുണ്ടായിരുന്ന സർവേ റിസൾട്ട് എന്താണെന്ന് അറിയാം, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു റിസൾട്ട് ആണ്. ഇന്ത്യയിലെ ആകമാനമുള്ള സർവേയില് അവർ കണ്ടുപിടിച്ചത് പൊർണോഗ്രഫി ഇസ് ദ ഹയസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. നമ്മൾ ഡൽഹിയിലെ കഴിഞ്ഞ വർഷത്തെ റേപ്പ് കേസ് ഒക്കെ കേട്ടു, അത് അവിടെ ഒരു സംഭവം നടന്നു. പക്ഷെങ്കിൽ സർവേ പറയുന്നത് ഇറ്റ് ഈസ്
ദ ഗ്രേറ്റസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അത് സൗത്ത് ഇന്ത്യയിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് അറിയാമോ? ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ ലാൻഡ്, കേരളം. കേൾക്കുമ്പോൾ വിഷമമില്ലേ? ഞെട്ടലില്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ സർവേ റിസൾട്ട് അനുസരിച്ച് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം. 100% ലിറ്ററസി, 100% ആത്മീയത എല്ലാം ഉള്ളിടത്ത് തന്നെ ഇതും 100% നിൽക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ഇതിന് അഡിക്റ്റ് ആകുന്ന ഇന്ന് ബോയ്സ് ആണ് കൂടുതലും. അതിനകത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മുമ്പേ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് പെൺകുട്ടികളും ഉപയോഗിക്കുന്നു. മദ്യപാനം, പുകവലിയൊക്കെ വളരെ ഈസി ആയിട്ട് പെൺകുട്ടികളും ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു. എന്നാൽ പൊർണോഗ്രഫി ഇസ് മോർ അമംഗ് ദ ബോയ്സ്. പൊർണോഗ്രഫിയുടെ ഒരു ദോഷവശം എന്ന് ചോദിച്ചാൽ, ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ ഏത് ലഹരി നിങ്ങൾ ഉപയോഗിക്കുന്നു അതിന്റെ മാത്രമേ ഒറ്റ ഇഫക്റ്റേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇതുപോലെയുള്ള അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും അധികം സമയം അതിന്റെ മുമ്പിൽ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ കോക്ടെയിൽ ഓഫ് ഡ്രഗ്സ്. ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ കോക്ടെയിൽ ഓഫ് ഡ്രഗ്സ്. എന്താണ് അതിന്റെ അർത്ഥം? പലവിധ ലഹരികളുടെ ഒരു മിക്സ്ചറാണ് നിങ്ങളുടെ തലയ്ക്കകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ പീഡനങ്ങളും എവിടെയാണ്? കേരളത്തില്. പൊർണോഗ്രഫിയുടെ ഒരു വലിയ തീർച്ചയായിട്ടും മോശമായിട്ടുള്ള സംഗതി തന്നെ. ഇന്ന് ഇത് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കയ്യിലേക്ക് നമ്മളെ തേടി എത്തുന്നു. പണ്ടൊരു കാലമുണ്ടായിരുന്നു, ആളുകൾ CD, ബ്ലൂ ഫിലിം ഒക്കെ അന്വേഷിച്ച് കടയിലൊക്കെ പോകും. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സൗകര്യമുള്ള മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ഫീൽഡാണ് പൊർണോഗ്രഫി. അവിടെ തന്നെ അതിനകത്ത് മൗസ് ട്രാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു മോശമായിട്ടുള്ള സൈറ്റിൽ പോയിട്ട് അയ്യോ അത് കാണണ്ട എന്നും പറഞ്ഞ് മടക്കിയിട്ട് അടുത്ത സൈറ്റിലേക്കെങ്കിലും തിരിച്ചു പോകാം, ഇത് വേണ്ട എന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനോ അത് ക്ലോസ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ അത് ക്ലോസ് ആകത്തില്ല. അതിനെക്കാട്ടി കൂടിയ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. And that is called as mouse trapping in technology or internet field. അറിഞ്ഞോ അറിയാതെയോ ആ ട്രാപ്പിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വീഴുന്നു. അങ്ങനെ വീഴുന്നത് കൊണ്ട് ഇന്ന് ലൈംഗികതയെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോകുന്നു. മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ we see the other people as objects of our pleasure. മറ്റ് അല്ലെങ്കിൽ പെൺകുട്ടികളെ, ആൺകുട്ടികൾ എന്റെ സുഖത്തിനുള്ള വസ്തുവകകളായിട്ട് കാണുന്നു. മനസ്സിലായോ? ഒരു വ്യക്തിയായിട്ടോ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായിട്ടോ അല്ല കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെങ്കിൽ കൂട്ടുകാരന്റെ പെങ്ങളെ ആയിരിക്കാം, അല്ല എങ്കിൽ നമ്മളെ വിശ്വസിച്ചിറങ്ങി വരുന്ന, നമ്മളോടൊപ്പം അല്പസമയം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമായിരിക്കാം ഇതുമൂലം നഷ്ടപ്പെടുന്നത്. പൊർണോഗ്രഫി ഇസ് എ കോക്ടെയിൽ ഓഫ് ഡ്രഗ്സ്. അത് ഓരോ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതിന്റെ കയറ്റം എന്ന് പറഞ്ഞാൽ തകർച്ചയാണെങ്കിലും അത് ഏതൊക്കെ സ്റ്റേജിൽ കൂടെ നമ്മളെ കൊണ്ടുവന്നു? ഒന്ന്, എഡിക്ഷൻ. ആദ്യം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, അടുത്ത ദിവസം വീണ്ടും അത് കാണുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പിന്നീട് ഒരു എസ്കലേഷൻ. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു ഹൈ, നമ്മൾ പറയത്തില്ലയോ, എന്തോ ഒരു ഫീലിംഗ്. അതെന്താണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഏതോ ഒരു ലഹരിയിലേക്ക്, ആദ്യം എഡിക്ഷൻ, രണ്ട് ഒരു ലഹരിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു, മൂന്നാമതായിട്ട് മരവിപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ലഹരി തലയ്ക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ മത്ത് പിടിക്കുന്ന അനുഭവം, ശരിയെന്ത് തെറ്റ് എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഡീസെൻസിറ്റൈസേഷനിലേക്കുള്ള ഒരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. നാലാമതായിട്ട്